ഇപ്പോൾ എക്സ് ആപ്ലിക്കേഷനിൽ വരുന്ന AI ഫീച്ചറാണ് ഗ്രൂക്ക് AI എന്നുള്ളത്. ഇപ്പം ഗ്രൂക്ക് AIനോട് നമ്മൾ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഗ്രൂക്ക് AIയിൽ സെർച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പം ഈ ഒരു ഗ്രൂക്ക് AIയിലുള്ള സെർച്ച് ഹിസ്റ്ററി നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രൂക്ക് AIയിലുള്ള സെർച്ച് ഹിസ്റ്ററി എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് എക്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് ആൻഡ് തേർഡ് പാർട്ടി കൊളാബറേറ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് കോൺവെർസേഷൻ ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺവെർസേഷൻ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൽ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺവെർസേഷൻസ് ഒക്കെ ഡിലീറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ഗ്രൂപ്പ് AIയിലുള്ള നമ്മുടെ സെർച്ച് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.